ഗോവ രാജഭവനിൽ നിൽക്കുമ്പോൾ ഒരു വശത്ത് നമ്മൾ കാണുന്നത് വളരെ മനോഹരമായ സീ വ്യൂ പോയിൻ്റാണ്. മറ്റൊരു രാജഭവനിലും കാണാത്ത പ്രത്യേകത ഈ ഗോവ രാജഭവനുണ്ട്. ഈ ഗോവ രാജഭവനുള്ളിൽ ഒരു ദേവാലയം ഉണ്ട്. ആ ദേവാലയത്തിൽ ഇപ്പോൾ എല്ലാ ഞായറാഴ്ചയും വിശുദ്ധ ബലി അർപ്പണമുണ്ട്. വളരെയധികം പ്രത്യേകതകൾ ഈ ദേവാലയത്തിനുണ്ട്, ഈ രാജഭവനുണ്ട്. കാരണം ഈ രാജഭവൻ പോർച്ചുഗീസുകാരുടെ ഭരണകാലത്ത് ഒരു സ്ഥിരാകേന്ദ്രമായിരുന്നു. വൈസ്രോയി താമസിച്ചിരുന്നത് ഇവിടെയാണ്. പലപ്പോഴും വൈസ്രോയിയും ഇവിടുത്തെ ബിഷപ്പും ഒരാളായിരുന്നു എന്നുള്ളതും വളരെ പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ ബിഷപ്പിൻ്റെ ആസ്ഥാനവും ഈ രാജഭവൻ തന്നെയായിരുന്നു. നമുക്ക് ഈ രാജഭവനിലുള്ള ചാപ്പലിലേക്ക് പ്രവേശിക്കാം. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഗോവ ഗവർണർ രാജഭവനിലെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ദേവാലയത്തിലാണ്. ആ ദേവാലയത്തിൻ്റെ വിശേഷങ്ങളും ഈ സ്ഥലവും ക്രൈസ്തവ സഭയുമായി ഉള്ള ബന്ധവും ഗവർണർ സാറിൻ്റെ സെക്രട്ടറി ശ്രീ ജോമോൻ ജോബ് നമ്മളോട് വിവരിക്കുന്നതാണ്. നമസ്കാരം. താങ്ക് യു അച്ഛാ. ഈ പള്ളിയുടെ പ്രത്യേകതയെക്കുറിച്ച് ഗുഡ്നസ് ടി വിയുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒന്ന് വിവരിക്കാമോ? തീർച്ചയായിട്ടും. ഈ ദേവാലയം യാത്രക്കാരുടെ മധ്യസ്ഥയായ മാതാവിൻ്റെ പേരിലാണ് ഡെഡിക്കേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതിന് കുറേ ചരിത്രങ്ങളുണ്ട്. 1498 വാസ്കോഡ ഗാമ കേരളത്തിൽ കപ്പാട് വിസിറ്റ് ചെയ്യുന്നു. അതിന് മുന്നോടിയായിട്ട് അദ്ദേഹം യാത്ര ചെയ്തു വന്ന പാതയാണ് ഈ പടിഞ്ഞാറ് വശത്ത് കാണുന്ന അറേബ്യൻ സീ. ഈ അറേബ്യൻ സീയിൽ കൂടെ അന്ന് മുതലേ യാത്ര തുടരാനുള്ള കാരണം ഇത് ശാന്തമായിരുന്നു. അന്നത്തെ യാത്രയ്ക്കുള്ള സൗകര്യമുള്ള കടൽ തീരമായിരുന്നു. ഇപ്പോഴും ഇത് ഏറ്റവും പ്രശസ്തമായ കപ്പൽ വോയേജ് നടക്കുന്ന ഒരു റൂട്ടാണിത്. വെസൽസ് എല്ലാം റൂട്ട് ചെയ്യുന്നു. പല വെസൽസും ഇപ്പോഴും ആങ്കർ ചെയ്യുന്ന അവിടെയാണ്. നേരെ പടിഞ്ഞാറ് വശത്ത് കാണുന്നത് ആഫ്രിക്കൻ കൺട്രീസിൻ്റെ താഴ്വശത്തൂടെ അന്നത്തെ കാലത്ത് പോർച്ചുഗൽ, സ്പെയിൻ എന്നുള്ള സ്ഥലങ്ങളിലേക്കുള്ള കപ്പൽ യാത്രക്കാർ വരുന്ന സ്ഥലമായിരുന്നു. വാസ്കോഡ ഗാമ 1498 ഇവിടെ വരാൻ കാരണം അവർക്ക് അന്നത്തെ കേരളത്തിൽ നിന്നുള്ള നമ്മുടെ സ്പൈസസായ കുരുമുളകും മറ്റും ചുക്കും എല്ലാം കളക്ട് ചെയ്തുകൊണ്ട് അവരുടെ നാട്ടിലേക്ക് പോകാൻ വേണ്ടിയായിരുന്നു. കുരുമുളക് പ്രത്യേകിച്ച് അവരുടെ നാടുകളിൽ തണുപ്പാണ് കൂടുതൽ. ആ തണുപ്പ് സ്ഥലങ്ങളിൽ പ്രിസർവ് ചെയ്ത് വെച്ച് അവർക്ക് തങ്ങളുടെ തന്നെ ശരീരം ചൂടാക്കാനുള്ളൊരു മെത്തേഡായിരുന്നു. രണ്ടാമത് ഫിഷ്, മത്സ്യങ്ങൾ ധാരാളം ഉള്ളതുകൊണ്ട് അത് പാചകം ചെയ്യാൻ മാത്രമല്ല, അത് കേടുകൂടാതെ ധാരാളം ദിവസങ്ങൾ പ്രിസർവ് ചെയ്യാൻ വേണ്ടി ഏറ്റവും വലിയ ഉത്തമ ഒരു സമ്പന്നമായിട്ടുള്ള ഒരു സ്പൈസസാണ് കുരുമുളക്. അതിനുവേണ്ടിയാണ് അവർ വന്നിരുന്നത്. പക്ഷേ കേരളത്തിൽ വന്ന് കപ്പാട് ഇറങ്ങി അവിടുത്തെ സാമൂതിരി അന്നത്തെ കാലത്ത് ഫോറിനേഴ്സിനെ അല്പം അവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങൾ അവർക്ക് കിട്ടിയിരുന്നില്ല. അപ്പോൾ അവർക്ക് ഏറ്റവും കൺഡ്യൂസീവായിട്ടുള്ളൊരു സ്ഥലം കണ്ടെത്തിയത് ഈ ഗോവ എന്നുള്ള ഈ ഒരു ഭൂമിയായിരുന്നു. അപ്പോൾ ഇവിടേക്ക് അവർ വരികയും അവർക്ക് ഇവിടെ തങ്ങാനുള്ള എല്ലാ അവസരങ്ങളും ആ സമയത്ത് അന്നത്തെ ഹൈന്ദവർ തയ്യാറാക്കി കൊടുത്തതിന് അതുകൊണ്ടാണ് വാസ്കോഡ ഗാമ ഇവിടെ സെറ്റിൽഡ് ആകാനും. അദ്ദേഹം ഇവിടുത്തെ ഒരു വൈസ്രോയി ആയിരുന്നു നേരത്തെ. ഈ പറഞ്ഞ ഈ ദേവാലയം അടങ്ങുന്ന സ്ഥലത്തായിരുന്നു അന്ന് അവർ താമസിച്ചുകൊണ്ടിരുന്നത്. വാസ്കോഡ ഗാമ ഇവിടുത്തെ വൈസ്രോയി ആയിരുന്നു. അതിനുശേഷം ഫ്രാൻസിസ് സേവ്യർ കപ്പൽ യാത്രക്കാരൻ മിഷണറി ആയിട്ട് വന്നു. അദ്ദേഹവും ഈ റൂട്ടിൽ കൂടെ തന്നെയാണ് വന്നത്. പിന്നെ കേരളവുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു കരിയാറ്റിൻ മെത്രാപ്പൊലിത്തയെക്കുറിച്ച് പറയപ്പെടാറുണ്ട്. കരിയാറ്റിൻ മെത്രാപ്പൊലിത്ത അന്നത്തെ കാലത്ത് റോമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഓർഡർ മേടിക്കാൻ പോകുന്നത് പോർച്ചുഗൽ വഴിയാണ്. അന്ന് പോർച്ചുഗലിൻ്റെ രാജ്ഞിയായിരുന്ന ക്യൂൻ ആണ് അദ്ദേഹത്തിന് റോമിൻ്റെ പത്രം, അതായത് സിറോ മലബാർ സഭയ്ക്ക് വേണ്ടി തങ്ങളെ അവരോധിച്ചിരുന്ന കത്ത് കൈമാറുന്നത് അവിടെ വെച്ചാണ്. അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് അദ്ദേഹം അവർ തിരിച്ച് കരിയാറ്റിൻ മെത്രാപ്പൊലിത്തയും കൂടെ തോമാ കത്തനാരും ഇവിടെ വന്നു, ഗോവയിൽ വന്നു. അന്നത്തെ പോർച്ചുഗലിൻ്റെ ആ പ്രത്യേക സാഹചര്യം അനുസരിച്ച് അവർക്ക് കേരളത്തിലേക്ക് എത്താപ്പെടാൻ പറ്റിയില്ല. അവരെ ഇപ്പോൾ എക്സ്പോസിഷൻ നടക്കുന്ന
ഫ്രാൻസിസ് സേവ്യറിൻ്റെ പുണ്യ അഴുകാത്ത ശരീരം വെച്ചിരിക്കുന്ന അതേ ആ കത്തീഡ്രലിലാണ് കരിയാറ്റിൻ മെത്രാപ്പൊലി മരണമടയുന്നതും അദ്ദേഹത്തെ അടക്കം ചെയ്യപ്പെട്ടത്. പിന്നീട് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 1932 37 അലക്സാണ്ടർ മെത്രാപ്പൊലിത്ത, നമ്മുടെ കോട്ടയം രൂപതയിലുണ്ടായിരുന്ന മെത്രാപ്പൊലിത്ത, അവിടെ എന്തോ ശുശ്രൂഷ നടക്കുമ്പോൾ ധൂപക്കുറ്റിയിൽ നിന്ന് വീണ തീ അൽത്താരിൽ കണ്ടപ്പോൾ അവിടെയാണ് ശവശരീരം അടക്കിയിരിക്കുന്നത് കണ്ടെത്തുകയും പിന്നീട് അതിന് മോർട്ടൽ റിമെയിൻസ് ആലങ്ങാട്ടുള്ള പള്ളിയിൽ കൊണ്ട് പ്രതിഷ്ഠിക്കുകയൊക്കെ ചെയ്തത്. കൂടെ ഉണ്ടായിരുന്ന തോമാ കത്തനാർ അദ്ദേഹം രക്ഷപ്പെട്ടു. അദ്ദേഹത്തിന് കേരളത്തിലേക്ക് തിരിച്ചെത്താൻ പിന്നീട് യാത്രാ വിവരണമൊക്കെ തയ്യാറാക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഒരു ചരിത്രമടങ്ങിയൊരു പള്ളിയാണിത്. ഇപ്പോഴും ഇവിടെ കുർബാനകൾ നടക്കുന്നുണ്ട്. ഈ പള്ളി പണിതെന്ന് പറഞ്ഞാൽ ഈ ബിൽഡിംഗ് ഉൾപ്പെടെ, ഈ പള്ളി ഉൾപ്പെടെ, ഈ ബിൽഡിംഗ് ഏതാണ്ട് 450 വർഷങ്ങൾക്ക് മുൻപ് പണിതാണ്. ഇപ്പോഴും അതേ പഴയ സ്ട്രക്ചറിലാണ്. മൊസംബിക് എന്ന് പറയുന്ന സ്ഥലമാണ് ആഫ്രിക്കൻ കൺട്രിയിൽ. അവിടുന്ന് കൊണ്ടുവന്ന ഈട്ടിത്തടികൾ, പഴയ തടികളാണ് ഇവിടെ ഇപ്പോഴും ഉപയോഗിച്ചിരുന്നത്. നിങ്ങൾക്ക് കാണാൻ ദൃശ്യമാകുന്ന പോലെ പഴയ തടികൾ, പഴയ ചട്ടക്കൂടുകളൊക്കെയാണ് ഇവിടെ എല്ലാം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. പോർച്ചുഗീസുകാരുടെ കാലത്ത് കൊണ്ടുവന്ന എല്ലാ സാമഗ്രികളും, അവിടുന്ന് കൊണ്ടുവന്ന സാമഗ്രികൾ, അവിടുന്നല്ല, പോർച്ചുഗലിൽ നിന്നല്ല, അവർക്ക് ആഫ്രിക്കൻ കൺട്രീസിൽ അവിടെ സുലഭമായിട്ട് തടിയും മറ്റു ഉരുപ്പടികളും ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അവിടുന്ന് കപ്പൽ മാർഗം തന്നെ അവർ കൊണ്ടുവന്ന് നിർമ്മിച്ച ഇതാണ്, കെട്ടിടമാണ്. നമ്മുടെ കേരളത്തിലെ മുല്ലപ്പെരിയാർ നിർമ്മിച്ച പോലെ സുർക്കി ഇതുകൊണ്ടാണ് ഇപ്പോഴും പറ്റില്ല. ഇതിൻ്റെയൊക്കെ വലിപ്പം നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാൻ പറ്റും. അതിന് ഒത്ത നടുവായിട്ട് കാണുന്നത്, ഏറ്റവും മേളിൽ കാണുന്ന മദർ മേരി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഈ വോയേജ് മദർ മേരി ആയിട്ടാണ്. കേപ്പ് എന്ന് പറഞ്ഞുള്ള പേരിലാണ് ഈ പോർച്ചുഗൽ ലാംഗ്വേജിൽ അറിയപ്പെടുന്നത്. ആ മാതാവിനാണ് ഡെഡിക്കേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അന്നത്തെ കാലത്ത് കപ്പൽ യാത്രക്കാർക്കൊക്കെ ആശ്രയമായിരുന്നു ഈ മാതാവിൻ്റെ തിരുസ്വരൂപവും മറ്റു കാര്യങ്ങളും. നടുവിൽ കാണുന്ന ആ ക്രൂസിഫിക്സ്, പിന്നെ ഇവിടെ കാണുന്നത് ഇൻഫൻറ്റ് ജീസസിൻ്റെ ഒരു പടം. പിന്നെ മാതാവിനോടുള്ള ഭക്തി കൂടുതൽ കാരണം രണ്ട് സൈഡിലും മാതാവിനെ തന്നെയാണ് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ പഴയ കേരളത്തിൽ കാണാൻ പറ്റാൻ പോകുന്ന, അല്ലെങ്കിൽ ഇവിടെ ഗോവയിൽ സുലഭമായിട്ട് കാണാൻ പറ്റും, പുൽപ്പിറ്റിൽ പ്രത്യേകിച്ച് അന്നത്തെ കാലത്ത് മൈക്രോഫോണൊന്നും ഇല്ലാത്തതുകൊണ്ട് പ്രസംഗം പറഞ്ഞു കഴിഞ്ഞിട്ട് വൈദികൻ കുർബാന അർപ്പിച്ച് കഴിഞ്ഞിട്ട് സുവിശേഷം അറിയിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി അതിൻ്റെ മേളിൽ കയറുന്നത്. അവിടെ നിൽക്കാനൊരു കാരണം കൂടെയുണ്ട്. പുൽപ്പിറ്റിൽ മേളിലായിരിക്കും ഗവർണർ ജനറലൊക്കെ എപ്പോഴും വന്ന് നിൽക്കുന്നത്. കാരണം അദ്ദേഹം താമസിക്കുന്ന കെട്ടിടമാണ്, വൈസ്രോയിമാർ താമസിക്കുന്ന കെട്ടിടമാണ്. അദ്ദേഹവും പരിവാരങ്ങളും മേളിൽ വരുമ്പോൾ അവിടെ എല്ലാവർക്കും കേൾക്കത്തക്ക രീതിയിലുള്ള അറേഞ്ച്മെൻറ്റ്സാണ് അവിടെ നടത്തിയിരുന്നത്. അങ്ങനെ ഒരു സമ്പ്രദായമുണ്ട്. ഈ തടികളെല്ലാം അതേ പഴയ തടികളാണ്. പിന്നെ ഇവിടെ ചരിത്രം ഉണങ്ങുന്ന ഒരു സ്ഥലം കൂടിയാണ്. കാരണം ഡോണ പോള എന്ന് പറയുന്ന ഒരു ലേഡിയുടെ, ഒരു പ്രിൻസസിൻ്റെ ശവകുടീരമാണ് ഇത്. ഡോണ പോള എന്നറിയപ്പെടുന്നത് ജാഫ്ന എന്നുള്ള ഒരു പ്രിൻസസ് ആയിരുന്നു. അവർ പോർച്ചുഗൽകാരിലെ ഒരു വൈസ്രോയി ഡോണാപോളയിൽ അദ്ദേഹത്തെ ഭാര്യയായി സ്വീകരിക്കുകയും ആ ഡോണാപോള ജാഫ്നയിൽ നിന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഗോവ അടങ്ങുന്ന ഈ നല്ലൊരു ശതമാനം ഭൂമിയും ഇവരുടെ അധീനതയിലായിരുന്നു. അതുകൊണ്ടുകൂടി ഇവരുടെ അനുവാദവും കെട്ടി കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഒരു പക്ഷേ ആ ഒരു ലിങ്കും അങ്ങനെ കൂടുതൽ ഈ ഭൂമി കൈവശമാക്കാൻ പോർച്ചുഗീസിന് പറ്റുകയും ചെയ്തു. അപ്പോൾ അവരുടെ മരണപ്പെട്ടപ്പോൾ അവരെ ശവടക്കിരിക്കുന്ന ശവകുടീരമാണ്. അവരുടെ ബന്ധുക്കളുടെ മറ്റ് ശവകുടീരങ്ങളാണ് വോൾട്ടാണ്. നമ്മുടെ നാട്ടിൽ പോലെ വോൾട്ട്, ഇതിൻ്റെ ഭിത്തിയുടെ വലിപ്പം നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ആ ഒരു വോൾട്ട് വെക്കാൻ തരുവത്തിന് വലിയൊരു ഒരു വലിപ്പമുണ്ട്. അങ്ങനെ പല അവരുടെ ബന്ധുക്കളെ അടക്കിയിരിക്കുന്ന സ്ഥലങ്ങളാണിത്. എഴുതിയിരിക്കുന്ന രേഖകളെല്ലാം പോർച്ചുഗൽ ലാംഗ്വേജിലാണ്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു പ്ലേക്കുണ്ട്. ആ പ്ലേക്കിനകത്ത് എഴുതിയിട്ടുണ്ട് 1612. അപ്പോൾ ആ 1612 എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം 415 വർഷങ്ങൾക്ക് മുൻപുള്ളതാണ് ഇത് എന്നുള്ളത് അതിന് തെളിവുണ്ട്. ഈ തടിയക്കും അവിടുന്ന് തന്നെ കൊണ്ടുവന്നിരിക്കുന്ന തടിയക്കുമാണ്. ചെറിയ മാറ്റങ്ങൾ ഇപ്പം ഈ ഒരു കെട്ടിടങ്ങൾക്ക് മോശം സംഭവിച്ചു കഴിഞ്ഞപ്പം തറയൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം 400 വർഷങ്ങൾക്കും 450 വർഷങ്ങൾക്കും മേളിലുള്ള ഇതാണുള്ളത്. ഇപ്പോഴും ഇവിടെ ദിവ്യബലി അർപ്പിക്കപ്പെടുന്നുണ്ട്. എല്ലാ ഞായറാഴ്ചയും 9:30 കുർബാന അർപ്പിക്കപ്പെടുന്നുണ്ട്. ഞാൻ വിശുദ്ധ ബലി കൂടുന്നത് ഇവിടെയാണ് ഞായറാഴ്ച ദിവസങ്ങളിൽ. ലാറ്റിൻ റൈറ്റിലാണ് ഇവിടെ കുർബാന. കാരണം ഗോവയിൽ
ലാറ്റിൻ റൈറ്റാണ് കൂടുതലുമുള്ളത്. സിറോ മലബാർ സഭയ്ക്ക് ഒരു പള്ളിയുണ്ട്. അത് കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുൻപ് സ്ഥാപിതമായാണ്. തിവീം എന്ന് പറയുന്ന സ്ഥലത്ത് 2 വർഷങ്ങൾക്ക് മുൻപ് അത് സ്ഥാപിതമായി. പിന്നെ പൊതുവെ ലാറ്റിൻ ഒരു ഇതാണ്. ഇപ്പോഴും ഇവിടെ ഞായറാഴ്ച ദിവസങ്ങളിൽ ഇതിൻ്റെ സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ള ആൾക്കാർ കുർബാന അർപ്പിക്കാൻ വരുന്നുണ്ട്. അവരുടേതായ പലരും പോർച്ചുഗൽ ഫാമിലീസിലൊക്കെ ഉള്ളവരാണ്. അവർ അവരുടേതായ ടയറും യൂണിഫോമൊക്കെ അണിഞ്ഞ് തന്നെയാണ് കുർബാനയ്ക്ക് വരുന്നത്. ഈ ദേവാലയത്തിൻ്റെ പുറത്ത് ഒരു പ്ലേക്ക് ഉണ്ടായിരുന്നു. അതിൽ മാർത്തോമാ കുരിശിനെ കുറിച്ചുള്ള വിവരണം കൊടുത്തിട്ടുണ്ട്. എന്താണ് അതിൻ്റെ ചരിത്രം? അത് ഇങ്ങനെ പറയപ്പെടുന്നത് ഇങ്ങനെയാണ്. തോമാസ് ലീഹ AD 52 വരുന്നത് തന്നെ കപ്പൽ യാത്ര ഗുജറാത്ത്, കച്ച് ആ ഏരിയയിൽ നിന്നൊക്കെ കവർ ചെയ്ത് നോർത്ത് ഇന്ത്യയിലൊക്കെ സഞ്ചരിച്ച് ഗോവ വഴി നമ്മുടെ കേരളത്തിലും മൈലാപ്പൂരിലും പിന്നെ ഫർദർ ഭാരതത്തിന് മറ്റ് രാജ്യങ്ങളിലേക്കും തോമാസ് ലീഹ യാത്ര, ഇറാൻ, ഇറാഖ്, മെസ്സപ്പൊട്ടേമിയ ആ ഏരിയയിൽ നിന്ന് കടന്നു വരുന്നത് തോമാസ് ലീഹ. AD 52 തന്നെ വിശ്വാസം ഉണ്ടായിരുന്ന ഒരു ഭാരതസഭയായിരുന്നു. നെഹ്റുവിൻ്റെ ഒരു ഗ്രന്ഥത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്, യൂറോപ്യൻസ് ഇന്ത്യയിൽ വരുന്നതിന് മുൻപ് തന്നെ, അല്ലെങ്കിൽ മിഷണറീസ്മാർ വരുന്നതിന് മുൻപ് തന്നെ തോമാസ് ലീഹയിൽ ഇന്ത്യ ഒരു ക്രിസ്തീയ സമൂഹങ്ങൾ പല സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് അൺഡൗട്ട്ഫുള്ളി ക്ലിയർ ചെയ്യുന്നതാണ്. അതിന് മറ്റൊരു ഉദാഹരണമാണ് ഈ ഗോവയിൽ കാണുന്ന, ഇപ്പോൾ അച്ഛനൊക്കെ നേരത്തെ കണ്ടു കാണും, ഒരു പ്ലഗ് അതിനകത്ത് എഴുതിയിട്ടുണ്ട്, ഹിയർ ഇൻ ദ ഓൾട്ടർ ലൈസ് ദർ എ ട്രിഫോയിൽ ക്രോസ് വെയർ ജീസസ് പിക്ചർ വാസ് ലൈങ് എന്നുള്ളൊരു ആലേഖനമാണ് അവിടെ കാണപ്പെടുന്നത്. അതിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് ഇങ്ങനെയാണ്, അവിടെ ഒരു മർത്തോമ ക്രൂശുണ്ടായിരുന്നു. പിന്നീട് അവിടെ ഒരു റിക്ലൈനിങ് പൊസിഷനിലുള്ള സെയിൻറ്റ് പൗളീനയുടെ ഒരു പിക്ചർ, ഒരു പ്രതിമയാണ് ഇപ്പോൾ സ്ഥാപിച്ചിരിക്കുന്നത്. അങ്ങനൊരു ചരിത്രം ഒരു കാര്യങ്ങൾ പറയപ്പെടുന്നുണ്ട്. അനുമാനിക്കുന്നത് അവിടെ മർത്തോമ കുരിശ് ഉണ്ടായിരുന്നു എന്നുള്ള അതിന് തെളിവാണല്ലോ ഇപ്പം പറഞ്ഞ ആ പ്ലക്കിനകത്ത് എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ ഏതായാലും ആ മർത്തോമ കുരിശ് അവിടെ കാണുന്നില്ല, അതിൻ്റെ ഒരു പുറംചട്ട മാത്രമേ അവിടെ കാണുന്നുള്ളൂ. പിന്നീട് രേഖകളിലൊക്കെ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ കാണുന്നത് സെൻറ്റ് പില്ലാർ സൊസൈറ്റി എന്ന് പറയുന്ന അവരുടെ ഒരു മ്യൂസിയമുണ്ട്. ആ മ്യൂസിയത്തിലേക്ക് ഈ മർത്തോമ കുരിശ് മാറ്റിയെന്നും അവിടെ അത് ഉണ്ട് എന്നുള്ളത് ഞാനും കണ്ടിട്ടുണ്ട്. നമ്മുടെ ഗവർണർ കണ്ടിട്ടുണ്ട്. പിന്നെ മറ്റു പിതാക്കന്മാരും ഒക്കെ അവിടെ വന്ന് ചങ്ങനാശ്ശേരി ഈ കഴിഞ്ഞ ഒരു 3 മാസങ്ങൾക്ക് മുൻപ് ചങ്ങനാശ്ശേരി അതിരൂപതാധ്യക്ഷനായിരുന്ന മാർ ജോസഫ് പെരുന്തോട്ടം പിതാവും അവിടുത്തെ കൂരിയ മെമ്പേഴ്സും വന്നിരുന്നു. അവരിവിടെ രാജ്ഭവനിലുണ്ടായിരുന്നു. 2 ദിവസം ഗവർണറിൻ്റെ ആതിഥ്യം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ അവർ ഈ പറഞ്ഞ പില്ലർ സൊസൈറ്റിയിലെ മ്യൂസിയത്തിൽ സന്ദർശിച്ചു. അവിടെ ആ മർത്തോമ കുരിശിൻ്റെ ശകലം കണ്ടെത്താനും അവർക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി തോമാസ് ലീഹയുടെ ഒരു യാത്രയിൽ ഈ ഒരു ഭൂമിയും കൂടെ, ഈ പുണ്യ ഗോവ ഭൂമിയും ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോഴും അഗസ്തി എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട് ഗോവയിൽ തന്നെ, ഈ മഡ്ഗാവിന് പോകുന്ന മധ്യത്തിലുള്ളൊരു സ്ഥലമാണ്. ഈ പില്ലർ സൊസൈറ്റിയുടെയൊക്കെ സമീപ പ്രദേശത്തിലാണ്. അവിടെ അത് കൃത്യമായിട്ട് എഴുതിയിട്ടുമുണ്ട്, ഹിയർ ലൈസ് ദ സെയിൻറ്റ് തോമസ് ക്രോസ് എന്ന് എഴുതിയിട്ടുമുണ്ട്. മർത്തോമ കുരിശിൻ്റെ ഒരു ശകലം പുഷ്പിത ക്രോസ്. മാർത്തോമ ക്രിസ്ത്യാനികളുടെ സാന്നിധ്യം ഈ ഗോവയിൽ പോർച്ചുഗീസുകാരുടെ വരവിന് മുൻപുണ്ടായിരുന്നു എന്നാണ് അനുമാനിക്കാൻ സാധിക്കുന്നത്. ഈ രാജ്ഭവനിലെ ക്രൈസ്തവ സാന്നിധ്യവും അതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങളുമാണ് ഗോവ ഗവർണർ ശ്രീ PS ശ്രീധരൻപിള്ള സാറിൻ്റെ സെക്രട്ടറി മിസ്റ്റർ ജോമോൻ ജോബ് നമ്മളുമായി പങ്കുവച്ചത്. ഗുഡ്നസ് TV പ്രേക്ഷകരുടെ പേരിൽ ഒത്തിരി നന്ദി അറിയിക്കുന്നു. നന്ദി. താങ്ക് യു അച്ഛാ. താങ്ക് യു. ഗോവ രാജ്ഭവനോട് ചേർന്നുള്ള ഒരു ചെറിയ കപ്പോളയിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. സെൻറ്റ് പൗലിയുടെ നാമധേയത്തിലുള്ള കപ്പേളയാണിത്. ആ കപ്പളയ്ക്കുള്ളിലേക്ക് നമുക്ക് പ്രവേശിക്കാം.
നമ്മളിപ്പോൾ സെൻറ്റ് പൗളിൻ ഗ്രോട്ടയുടെ ഉള്ളിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത്. ഇതിനുള്ളിൽ നമ്മളൊരു രൂപം കാണുന്നുണ്ട്. സെൻറ്റ് പൗളിൻ ഉറങ്ങിക്കിടക്കുന്ന ഒരു രൂപമാണ്. അതിനോടൊപ്പം തന്നെ ആ സെൻറ്റ് പൗളിൻ രൂപത്തിൻ്റെ പുറകുവശത്ത് നമ്മളൊരു കുരിശ് കാണുന്നുണ്ട്. മാർത്തോമാ കുരിശ് പതിപ്പിച്ചിരുന്ന ഒരിടമാണ് അത്. പിന്നീട് മാർത്തോമാ കുരിശ് ഇവിടെ നിന്നെടുത്ത് നേരത്തെ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ പില്ലാർ ഫാദേഴ്സിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയും അവിടെ മ്യൂസിയത്തിൽ വെക്കുകയും ചെയ്തു. ഇപ്പോഴും ആ മാർത്തോമാ കുരിശിൻ്റെ ഭാഗം നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. നമ്മളിപ്പോൾ ആയിരിക്കുന്നത് ഗോവയിലെ ഗവർണറുടെ വാസസ്ഥലമായ രാജഭവനിലാണ്. രാജഭവനിലെ ഇപ്പോഴത്തെ ഈ ഗോവ ഗവർണർ കേരളക്കാരനായ ശ്രീ PS ശ്രീധരൻപിള്ള സാറാണ്. സാറിൻ്റെ അടുത്തേക്ക് നമുക്ക് പോകാം. മറ്റു വിശേഷങ്ങൾ സാറിൽ നിന്ന് നമുക്ക് നേരിട്ടറിയാം. നമസ്കാരം. ഇന്ന് നമ്മളോടൊപ്പം ആയിരിക്കുന്നത് നമ്മുടെ കേരളത്തിൻ്റെ പ്രിയ പുത്രൻ, നമുക്കൊക്കെ പ്രിയങ്കരൻ, ഗോവ ഗവർണർ ബഹുമാനപ്പെട്ട ശ്രീ ശ്രീധരൻപിള്ള സാറാണ്. സാറിനെ നമുക്ക് ഒത്തിരി സ്നേഹത്തോടുകൂടെ നമ്മുടെ ഇടയിലേക്ക് സ്വാഗതം ചെയ്യാം. തീർച്ചയായിട്ടും ഗവർണർ എന്നുള്ള രീതിയിൽ ഭാരിച്ച ഉത്തരവാദിത്വമുണ്ട്. പല പല ഒഫീഷ്യൽ ബന്ധങ്ങളും പുലർത്തിക്കൊണ്ട് പോകണം. റിലേഷൻഷിപ്സ് പലതും ആവശ്യമാണ്. എങ്കിലും സഭയുമായി എപ്പോഴും ഒരു വലിയ ബന്ധം പുലർത്താറുണ്ട്. അത് ഇവിടെയുള്ള ബിഷപ്പായാലും അതുപോലെ തന്നെ നാട്ടിൽ നിന്ന് ബിഷപ്പ് പലരും വരുമ്പോൾ, ഗോവയിലേക്ക് വരുമ്പോൾ സാറിനെ വന്ന് കാണാറുണ്ട്. വലിയൊരു ബന്ധം. അത് അതിന് കൂടുതലായി പറഞ്ഞാൽ ഒരു വ്യക്തിബന്ധം, മനുഷ്യ സ്നേഹത്തോടു കൂടിയുള്ളൊരു വ്യക്തിബന്ധം എപ്പോഴും സാറ് കീപ്പ് ചെയ്യാറുണ്ട്, പുലർത്താറുണ്ട്. അങ്ങനെ ആ വ്യക്തിബന്ധത്തിലേക്ക് കടന്നു വരുവാൻ എന്തെങ്കിലും പ്രത്യേകമായ കാരണം ഉണ്ടോ? ഇല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കാരം തന്നെ അതാണ്. സർവധർമ്മ സമഭാവമാണ്. എല്ലാം ധർമ്മങ്ങളാണ്. ഏകം സത് വിപ്രാ ബഹുധാ വദന്തി. സത്ത്, പ്രപഞ്ചസത്യം ഒന്നാണ്. ഈശ്വര സങ്കല്പത്തിൽ പ്രപഞ്ചസത്യത്തിലെ എല്ലാ വഴികളും ഒന്നിലേക്കാണ് എത്തുന്നത്, ഈശ്വരനിലേക്ക്. അതിന് വ്യത്യസ്തമായ വഴിത്താരകൾ സ്വീകരിക്കാറുണ്ട്. അതിനെല്ലാം മാനിക്കണം. ആ മാനിക്കലാണ് അറിയപ്പെട്ട 12 മതങ്ങളെയും സ്വീകരിച്ച ലോകത്തിലെ ഒരു നാടാണിത്. ഇവിടെ അത്തരം കാര്യങ്ങളിൽ ഒരിക്കലും ഒരു സങ്കുചിത വീക്ഷണം ഉണ്ടായതായി പൊതുവിൽ പറഞ്ഞാൽ, ഒറ്റപ്പെട്ട ചില സംഭവം ഉണ്ടായേക്കാം. ഇത് നമ്മുടെ ഇപ്പോൾ കേരളം തന്നെ, ഇസ്ലാമും ക്രിസ്ത്യാനിറ്റിയും കേരളത്തിലേക്ക് കടന്നു വന്ന അതുവഴിയാണ്. വന്നപ്പോൾ അവർക്കെല്ലാം സൗകര്യം ചെയ്ത് കൊടുക്കല്ലേ. കരമൊഴിവായിട്ട് ഭൂമി കൊടുത്തു, ആളുകൾ അതിലെ ആ വിശ്വാസം ഉൾക്കൊള്ളേണ്ടവർക്ക് ഉൾക്കൊള്ളാൻ അവസരം കൊടുത്തു. അല്ലാണ്ട് കേരളത്തിൽ എവിടെയെങ്കിലും ഒരു അടിച്ചമർത്തൽ അതിൻ്റെ പേരുണ്ടായിട്ട് പറയാൻ പറ്റും. അതുകൊണ്ടാണ് 48 വരെ ഇസ്രയേലിലെ ആളുകൾ ലോകത്ത് അവർക്ക് ആശ്രയം കിട്ടിയ ഏക സ്ഥലം നമ്മുടെ കൊച്ചിയാണ്. അപ്പോൾ അതുപോലെ പാഴ്സികൾ വന്നപ്പോഴെല്ലാം ഇതെല്ലാം നമ്മൾ പഠിക്കേണ്ട വിഷയമാണ്. ഇന്നത്തെ രാഷ്ട്രീയക്കാരൊന്നും അല്ല സൗഹാർദ്ദം ഉണ്ടാക്കുന്നത്. അവർ പറയുന്നത് അവരങ്ങ് ക്ലെയിം ചെയ്യുകയാണ്. എത്രയോ നൂറ്റാണ്ടുകളായി, എത്രയോ പതിറ്റാണ്ടുകളായി, എത്രയോ സഹസ്രാബ്ദങ്ങളായുള്ള ബന്ധമാണ്. ആ ബന്ധം എൻ്റെ ബ്ലഡിലുണ്ട്. ഞാൻ കേരളത്തിൽ നിന്നാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഇവിടുത്തെ ക്രൈസ്തവ സഭയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാനത് മുഖ്യമന്ത്രിയോട് മറ്റുള്ള അറിയിക്കും.
ഒക്കെ പ്രശ്നങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ മാത്രമല്ല വത്തിക്കാനിൽ നിന്നും 9 അംഗ ഡെലിഗേറ്റ്സ് ഔദ്യോഗികമായിട്ട് എന്നെ സന്ദർശിച്ചു. അവരെ ഇപ്പോഴത്തെ നമ്മുടെ കൂവക്കാട് പിതാവും ഇവിടെ വന്നു. അത് എന്നെ നേരിട്ട് ക്ഷണിച്ചു. ഒരു വൈദികൻ പെട്ടെന്ന് തന്നെ 4-5 സ്ഥലങ്ങൾ കഴിഞ്ഞല്ലേ അവിടെ എത്തേണ്ടത്. അത് കിട്ടിയിരിക്കുന്നു. അദ്ദേഹത്തിന് 52 വയസ്സേ ഉള്ളൂ, കർദിനാളായി. നാളെ സ്കൈ ഈസ് ദ ലിമിറ്റ്, എല്ലാം ദൈവത്തിൻ്റെ ഇല്ലാണ്ടിരിക്കുന്നത്. ഇതെനിക്കറിയാം. ഞാൻ അദ്ദേഹത്തിനോട് ഇഷ്ടമാണ്. അദ്ദേഹം ഇന്ന് കഴിഞ്ഞ ദിവസവും ഞങ്ങൾ വിളിച്ച് സംസാരിച്ചു. അപ്പോൾ അങ്ങനെയുള്ള ഇന്ത്യക്ക് കിട്ടിയ ഒരു വലിയ പ്രാധാന്യം വത്തിക്കാനിൽ കിട്ടുന്നു എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത. പിന്നെ അദ്ദേഹം തന്നെ പറഞ്ഞു, പോപ്പ് ഇവിടെ വരുന്നതിന് ഞാൻ കൂടുതൽ സഹായം ചെയ്യണമെന്ന് ഇവിടുത്തെ ആർച്ച് ബിഷപ്പിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞു. ഒരു ലെറ്ററൊക്കെ അത് കൂവക്കാട് പറഞ്ഞ ഇൻ്റർവ്യൂവിൽ പത്രക്കാരോട് പറഞ്ഞത് 4 കൊല്ലം വേണ്ടി വരും സാധാരണഗതിയിൽ ആ നടപടി പൂർത്തിയാക്കാൻ. അതുകൊണ്ടാണ് 2 തവണ ഇന്ത്യൻ പ്രധാനമന്ത്രി പോയി വിളിച്ചു. അതിനുമുമ്പൊന്നും ആരും ഇത്ര കൊല്ലങ്ങൾക്ക് ശേഷം പിടിച്ചിട്ടില്ലല്ലോ. വാജ്പേയിയുടെ കാലത്താണ് ആദ്യം മുമ്പ് വന്നത്, അതിനുശേഷം ഇല്ല. ഇതെല്ലാം നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ രാഷ്ട്രീയത്തിനപ്പുറമായി കാണേണ്ടതാണ്. എല്ലാവരും സൗഹാർദ്ദവും ജീവിക്കുന്ന ഒരു ഇന്ത്യ, ആ ഭാരതം വിശ്വമാനവികതയ്ക്ക് വേണ്ടി, ലോക സമാധാനത്തിന് വേണ്ടി നിലകൊള്ളുകയാണ്. കഴിഞ്ഞ ഇറ്റലിയിൽ നടന്ന ലോകരാജ്യങ്ങളുടെ സമ്മേളനത്തിൽ നിങ്ങൾ അതിൻ്റെ വീഡിയോ നമ്മൾക്കെല്ലാം കാണാൻ സാധിക്കും. ഓരോരുത്തരെ കാണുമ്പോഴും ഓരോ മിനിറ്റ് അദ്ദേഹത്തെ ആദരിക്കുന്നു, അദ്ദേഹം ആദരിക്കുന്നു. ഓരോ മിനിറ്റ് കൊണ്ട് കഴിഞ്ഞപ്പം ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് പോപ്പ് പ്രത്യേകമായി അതിൽ കൂടുതൽ സമയം നൽകി അദ്ദേഹത്തെ ചിരിച്ചുകൊണ്ട് ഇത് സെപ്പറേറ്റായിട്ട് കിട്ടിയെന്നാണ് ഞാൻ ഒരു കാഴ്ചക്കാരെന്ന നിലയിൽ. ഞാനത് ഇന്ത്യയുടെ അവകാശവാദമായിട്ടല്ല പറയുന്നത്, അത് ശരിയല്ല അങ്ങനെ പറയുന്നത്. അത് കയറി ആലിംഗനം ചെയ്ത് മറ്റാർക്കും കിട്ടാത്തൊരു ബഹുമതി അദ്ദേഹത്തിന്, ഈവൻ അമേരിക്കൻ പ്രസിഡന്റിനോ മറ്റാർക്കും കിട്ടിയെന്ന് പറയുമ്പം ഒരു താത്വികമായ ഒരു ഇൻ്റർനാഷണൽ ക്ലെയിമായിട്ടല്ല ഞാൻ പറയുന്നത്, അത് ചെയ്യുന്നത് ശരിയല്ല. പക്ഷേ എനിക്ക് ബോധ്യപ്പെടുന്നത് അങ്ങനെയാണ് കണ്ടപ്പോൾ, ചിത്രം കണ്ടപ്പോൾ, ആ സമയം കണ്ടപ്പോൾ. അപ്പോൾ അങ്ങനെ വരുന്നുണ്ട്, ആ നല്ല ബന്ധം ഉണ്ടാവും. കാരണം ഇന്നത്തെ മാർപ്പാപ്പയുടെ പോപ്പിൻ്റെ 2015 പുസ്തകത്തിൻ്റെ പേര് തന്നെ നെയിം ഓഫ് ഗോഡ് ഈസ് മേഴ്സി. പണ്ട് ലവ് എന്നൊക്കെ പറഞ്ഞ പുസ്തകമുണ്ട്, ഇപ്പോൾ അത് മാറിയിരിക്കുന്നു, മേഴ്സിയാണ്. നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന നിങ്ങളുടെ സഹായമാണ്, നിങ്ങളുടെ സമർപ്പണമാണ്, കരുണയാണ്. ഇത് എന്ത് ചെയ്യുന്നു എന്നുള്ളത് വെച്ചിട്ടാണ്, അതാണ് ദൈവം എന്ന് പറയത്തക്കവണ്ണം ദൈവത്തിൻ്റെ സങ്കല്പത്തിൽ പോലും മാറ്റം വരുത്തുമ്പം അത് ലോകത്തെമ്പാടുമുള്ള അശരണരായ, നിസ്സഹായരായ, വേദനിക്കുന്ന, വ്രണതഹൃദയരായ ആളുകൾക്കുള്ള ഏറ്റവും വലിയ ആശ്വാസമാണ്. എല്ലാ മതങ്ങളും അങ്ങനെ ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് ലോകം മാറുകയാണ്. ധർമാധിഷ്ഠിതമായ ഒരു സമൂഹ സൃഷ്ടിക്ക് വേണ്ടി പൊതുസമൂഹത്തെ കാണുകയും അതുപോലെ തന്നെ ഈശ്വര സമർപ്പണത്തിൽ അധിഷ്ഠിതമായ ഒന്ന്, അത് ജീസസിലൂടെ ആണ് എന്നുള്ള വിശ്വാസത്തിൽ മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായും ഈ സ്ഥാപനത്തിനും ഇതിൻ്റെ അനുവാചകരായ ആളുകൾക്കും ഇതിനെ കണ്ട് അതിൻ്റെ പരിപാടികളിൽ അഭിരമിക്കുന്ന എല്ലാവർക്കും ഞാൻ ഈ അവസരത്തിൽ ഗോവ രാജ്ഭവൻ്റെയും മലയാളിയായ എൻ്റെയും ആശംസകൾ അർപ്പിക്കുന്നു. ജോലി തിരക്കിനിടയിലും ഗുഡ്നസ് ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി സമയം മാറ്റിവെച്ച് തൻ്റെ ജീവിതാനുഭവവും ഗോവയുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളും നമ്മളുമായി പങ്കുവെച്ച നമ്മുടെ പ്രിയപ്പെട്ട ഗവർണർ ശ്രീ ശ്രീധരൻപിള്ള സാറിന് ഗുഡ്നസ് ടിവിയുടെ എല്ലാ പ്രേക്ഷകരുടെ പേരിലും എല്ലാവിധ ഭാവുകങ്ങളും നന്ദിയും അറിയിക്കുന്നു. താങ്ക് യു വെരി മച്ച്.